ഹരിയാനയിൽ 3 സ്വതന്ത്ര എംഎൽഎമാർ പിന്തുണ പിൻവലിച്ചതോടുകൂടി ന്യൂനപക്ഷ സർക്കാരായി മാറിയ ബി.ജെ.പി. സർക്കാർ വലിയ നീക്കങ്ങൾ തന്നെ ഹരിയാനയിൽ നടത്തുന്നു. അധികാരം നിലനിർത്താൻ കഴിഞ്ഞ ദിവസം ദുഷ്യന്ത് ചൗട്ടാലയുടെ ജെ.ജെ.പി. പാർട്ടി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു. ഈ സർക്കാരിനെ വിശ്വാസ പ്രമേയ ചർച്ച നടത്തണം, ഇവർ സഭയിൽ വിശ്വാസം തെളിയിക്കേണ്ടതായിട്ടുണ്ടെന്ന്. ഇതിനിടയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്ന രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ സീറ്റ് നില ഇങ്ങനെയാണ്. ജെ.ജെ.പിക്ക് 10 എംഎൽഎമാരുണ്ട് നിലവിൽ, കോൺഗ്രസിന് 30 ഉണ്ട്. കോൺഗ്രസ് പറയുന്നത് തങ്ങൾക്ക് ഭരണം പിടിക്കാൻ കഴിയും, കാരണം 45 പേരുടെ പിന്തുണയുണ്ടെങ്കിൽ ഭരണം പിടിക്കാൻ കഴിയും. 88 അംഗ നിയമസഭയാണ്, 45 പേരുടെ പിന്തുണയുള്ളവർക്ക് ഭരണം പിടിക്കാൻ കഴിയും. കോൺഗ്രസിന് 30 ഉണ്ട്, ജെ.ജെ.പിക്ക് 10. 3 സ്വതന്ത്രന്മാർ, ഇപ്പോൾ ഈ പിന്തുണ പിൻവലിച്ച 3 സ്വതന്ത്രന്മാർ കോൺഗ്രസിനോടൊപ്പമാണ്. ഇതുകൂടാതെ INLDക്ക് 1, ഹരിയാന ലോക്ഹിത് പാർട്ടിക്ക് 1 സീറ്റുമുണ്ട്. അങ്ങനെയാകുമ്പോൾ കോൺഗ്രസ് പറയുന്നതിൽ യാഥാർത്ഥ്യമുണ്ട്. പക്ഷേ ബി.ജെ.പിക്ക് 40 സീറ്റ് നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെയാണ് ഇന്നലെ രാത്രി ഒരു വലിയ ട്വിസ്റ്റ് ഹരിയാനയിൽ നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രിയോട് കൂടി 4 എംഎൽഎമാർ മുൻ മുഖ്യമന്ത്രി ഖട്ടാറിനെ കാണുകയുണ്ടായി. ജെ.ജെ.പിയുടെ 3 എംഎൽഎമാർ ഖട്ടാറിനെ കാണുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പിയുടെ അംഗബലം 44 മാറും. INLDയുടെയോ അല്ല എങ്കിൽ ഹരിയാന ലോക്ഹിത് പാർട്ടിയുടെയോ എംഎൽഎമാരിൽ ആരെങ്കിലും ഒരാൾ വോട്ട് ചെയ്താൽ പോലും കേവല ഭൂരിപക്ഷമാവുകയും ഭരണം നിലനിർത്താൻ കഴിയുകയും ചെയ്യും. അതല്ല, INLDയും ഹരിയാന ലോക്ഹിത് പാർട്ടിയും ഈ വിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നാലും 43 എംഎൽഎമാർ മതിയാകും ബി.ജെ.പിക്ക്. അതായത് 3-4 എംഎൽഎമാരുണ്ടെങ്കിൽ ഭരണം പിടിക്കാമെന്നുള്ള നിലയിലേക്ക് ബി.ജെ.പി എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഹരിയാന സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറയുകയുണ്ടായി, നിങ്ങളുടെ എംഎൽഎമാരെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്, ഞങ്ങളുടേത് അധികാരം നിലനിർത്തുക എന്നുള്ളതും ജയിക്കേണ്ടതും ഞങ്ങളുടെ ലക്ഷ്യമാണ്, അതുകൊണ്ട് താങ്കൾ ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞു. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ ദുഷ്യന്ത് ചൗട്ടാല, അതായത് ജെ.ജെ.പിയുടെ നേതാവ്, ഈ ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. ഇവരെ പിരിച്ചുവിടുകയോ ഇല്ലെങ്കിൽ സഭയിൽ ഇവർ വിശ്വാസം തെളിയിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യണമെന്ന്. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള 4 എംഎൽഎമാർ ഖട്ടാറുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ ട്വിസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. ബി.ജെ.പി കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ആത്മവിശ്വാസം തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി. ഹരിയാനയിലെ സർക്കാർ താഴെ പോകില്ല എന്ന് പറയുകയുണ്ടായി. നവംബറോടുകൂടി വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികം നാളുകളില്ല എങ്കിൽ പോലും അവർ പറയുകയുണ്ടായി ഈ സർക്കാർ താഴെ പോകില്ല എന്ന്. അതിന് തൊട്ടു പിന്നാലെയാണ് ജെ.ജെ.പിയുടെ ഈ എംഎൽഎമാർ കണ്ടത്. ജെ.ജെ.പിക്കുള്ളത് 10 എംഎൽഎമാരാണ്. അതിൽ 6 പേര് വിമതരാണ്. അതിൽ 3 പേർക്കെതിരെ കഴിഞ്ഞ ദിവസം ദുഷ്യന്ത് ചൗട്ടാല നോട്ടീസും നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.